നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ചളവറയിലുള്ളത് ഒരുപാട് വൈറൽ വീഡിയോസും വൈറൽ റീൽസൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 20 രൂപയാണ് ടിക്കറ്റ്. അതുപോലെ സൂര്യകാന്തിയുടെ വിത്തുകൾ കിട്ടും, അതിന് 30 രൂപയാണ് വരുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയാണ്, ഈ മലയുടെ മുകളിൽ നിന്നുള്ളത്. ടിക്കറ്റ് കൗണ്ടറിന് തൊട്ടടുത്ത് ഇതുപോലെ നീല നെറ്റ് ഇട്ടിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതിന് താഴെ മൊത്തം നമ്മുടെ മുളക് കൃഷിയാണ് കേട്ടോ നടത്തിയിരിക്കുന്നത്. അല്ല, ചെറിയ മുളകില്ലേ, ചീന മുളക് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും, ആ ഐറ്റമാണ് ഞാൻ കണ്ടത്. നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ 2 വീലറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പാർക്കിംഗ് ചാർജ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതേ സൂര്യകാന്തി പാടത്തിൻ്റെ മെയിൻ ഭാഗമല്ല, നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് സൂര്യകാന്തി നിൽക്കുന്നതാണ്. ഇവിടെ സൂര്യകാന്തിക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കണ്ടോ, ഇതുപോലെ അടിപൊളിയായിട്ട് പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ഷവർ പോലെ നന്നായി വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സൂര്യകാന്തിക്ക് വേണ്ടിയിട്ട്. അതിന് തൊട്ട് താഴെ ഇതുപോലെ ഉണ്ട് വലിയൊരു പടുത്താക്കുളമുണ്ട്, അതിലിഷ്ടം പോലെ മീനുകളുണ്ട്. ഞാൻ കണ്ടത് മെയിനായിട്ട് കോഴിക്കാർപ്പാണ് കൂടുതൽ കണ്ടത്. ഇതിന് താഴേക്ക് നമുക്ക് 4 വീലർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മുടെ ചെർപ്പുളശ്ശേരി ചളവറ സെൻറ്ററിൽ നിന്നുണ്ടല്ലോ ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ചെട്ടിത്തൊടിയിലാട്ടോ ഈ നമ്മുടെ സൂര്യകാന്തി പാടം കറക്റ്റ് വരുന്നത്. ഇവിടെയുള്ള പ്രദേശവാസികളോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. മുസ്തിഖി നഗറിൽ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. സംഭവം അടിപൊളി വൈബാണ്, ഒരുപാട് പേര് കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടല്ലോ കിടിലന്നെ, വേറെ ലെവലിലാണ് സംഭവം. ഞാനിപ്പോൾ ഇവിടെ ഈവനിങ്ങിനാണ് എത്തിയത്. ഈ സമയത്ത് തന്നെ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ. ഇങ്ങോട്ട് വരുമ്പോൾ പരമാവധി 2 വീലറിൽ വരാൻ ശ്രമിക്കുക, കാരണം ഇതൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഒരുപാട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനും അതുപോലെ വന്നവർക്ക് തിരിച്ചു പോകാനും ബുദ്ധിമുട്ടായിരിക്കും. ഈവനിങ് ടൈമിനാണ് ഞാൻ വന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യകാന്തി പൂക്കളൊക്കെ ഒന്ന് തല താഴ്ത്തിയിട്ട് ഒന്ന് വാടിയ പോലെയാണ് നിൽക്കുന്നത്. ഏകദേശം ഒരാഴ്ച കിട്ടാം അപ്പോൾ ഈ സൂര്യകാന്തി പൂക്കൾ പൂത്ത് നിൽക്കുന്നു. മാക്സിമം ഒരു 2 ആഴ്ച, ഒരു 15 ദിവസമൊക്കെ ഇത് ഇതുപോലെ നിൽക്കുള്ളൂ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കാണുക. നിങ്ങൾ ഈ സൂര്യകാന്തി പാടം കാണുമ്പോൾ അതിനോടൊപ്പമുള്ള മുളക് കൃഷി അതുപോലെ മത്സ്യകൃഷി അതൊക്കെയും കാണാൻ ശ്രമിക്കുക. എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ റീൽസ് എടുത്തിട്ട് പോകുന്നതാണ് ഞാൻ കൂടുതലും കണ്ടത്. ഒരുപാട് സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നതും ഒരു പ്രത്യേക ഫീലട്ടാ. സംഭവം അടിപൊളി കിടിലനാണ്. പിന്നെ ഇപ്പം ഇത് നമ്മുടെ ഗൂഡല്ലൂരോ ഗുണ്ടൽപേട്ടോ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അധികം ദൂരം സഞ്ചരിക്കാതെ ഇവിടെ എത്തിച്ചേരാനും ഇത് കണ്ട് ആസ്വദിക്കാനും ഇതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാനും നമുക്ക് സാധിക്കും. ഇതിൻ്റെ നടത്തിപ്പുകാരുടെ ആ ഒരു പരിശ്രമം ഉണ്ടല്ലോ, അവരെ തീർച്ചയായും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മനോഹരമായിട്ടുള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.